ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഞാനും കുക്കിംഗ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിനുവേണ്ടി വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്. എന്തായാലും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് നമുക്ക് കരിയാതെ ഒന്ന് ഇളക്കിയിടുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളക്, കുറച്ചധികം കറിവേപ്പിലയും കൂടി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സവാള നല്ലോണം വരണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി. ഇനി നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഒരു ചെറിയ സ്പൂൺ നാരങ്ങ നീരും കൂടി. ഇത്രയും കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് പോലും വേണ്ട, ഒരു ശകലം മതിയെ. ഇനി ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതേ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാവും. ഇനി നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഫ്രൈ ആയിട്ടും യൂസ് ചെയ്യാം. വറ്റിച്ചെടുക്കുമ്പോൾ കരിയാതിരിക്കാനും കൂടി നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ധൈര്യമായിട്ട് കൊണ്ട് സെർവ് ചെയ്തോളൂ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി.